നമ്മളെ ഇന്നത്തെ വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തത് പരിശുദ്ധ ജബൽ നൂർ സ്ഥിതി ചെയ്യുന്ന ഹിറാഗുവ സന്ദർശിക്കാനാണ്. അതിൽ ഇന്നത്തെ നമ്മളെ ടീം ക്യാപ്റ്റൻ ഷുക്കൂർ, ഹേടിയാവളി, കുടുക്കിമൊട്ട, ലത്തീഫ് മാസ്റ്റർ കോട്ടൂര, അക്കീം മാസ്റ്റർ, മിസ്റ്റർ അക്കീം, മിസ്റ്റർ ബഷീർ, മിസ്റ്റർ അപ്പോ ഇത് ഞങ്ങളെ ഇറാ ഗുഹയിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ്. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. അപ്പൊ ഇറാ ഗുഹയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങൾക്കെല്ലാം ഏതാണ്ടൊക്കെ ഇതിന്റെ ചരിത്രം അറിയുന്നതാണ്. എന്നാലും ചെറിയൊരു അറിവിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടി, കാരണം പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അന്ന് ഈ ഗുഹയിലാണ് അവര് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഒരു ഏകാഗ്രത ആവശ്യമായിരുന്നു. അതിന് വളരെ അനുയോജ്യമായ സ്ഥലമാണ് അദ്ദേഹം അന്ന് തെരഞ്ഞെടുത്തത്. കാരണം ഇന്ന് കാണുന്ന അതാ ടവർ, അവിടെയാണ് മക്ക സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ നടന്നു വന്ന് ഇത്രയും ഒരു വിജനമായ ഒരു സ്ഥലം, ആർക്കും എത്തിപ്പെടാൻ, ഇത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. അന്ന് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മാത്രമല്ല, ഒരു ഏകാഗ്രത. അന്ന് നിരശനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ഇഖ്റ റബ്ബിക എന്ന് പറയുന്ന ആ സൂറത്തിന്റെ ആദ്യ വാക്യം അദ്ദേഹത്തെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇന്ന് കാണുന്ന പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, രാഷ്ട്രീയം ഒരു തിരിച്ചലും കൂടാതെ എല്ലാം പ്രതിപാദിച്ച് നിൽക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥത്തിന്റെ തുടക്കമാണ് ഈ ജബൽ നൂർ മല സാക്ഷ്യം വഹിച്ചു. അത് സന്ദർശിക്കാൻ എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഭാഗ്യം തന്ന സർവേശ്വരന്, സർവശക്തനായ അള്ളാഹുവിന് സ്തുതി അൽഹംദുലില്ലാഹ് അർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.